MA ബേബിയൊന്നും അയാളെപ്പോലെ ഒരു നിരീശ്വരവാദിയല്ല. സത്യത്തിൽ വിരലുകൾ ചൂണ്ടേണ്ടത് നമ്മളടുത്തേക്കാണ്. മനസ്സിലായില്ലേ? ഇതാ ഇതിനേക്കാൾ അത്ഭുതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത്ഭുതം വരാൻ പോവാ. കളാകുന്ന ആ യൂറോപ്യൻ സമൂഹം നേരത്തെ തന്നെ അവരാരാണ്? തെമ്മാടികളാ. അപ്പൊ അവർക്കിടയിൽ തെമ്മാടികൾ കൂടിയാലല്ല ചോദിച്ചു വരിക. പിന്നെയോ ഏഷ്യൻ പ്രദേശങ്ങൾ പ്രവാചകരുടെ മണ്ണ. ആ നാട്ടിൽ തെമ്മാടികൾ അങ്ങോട്ട് കൂടുക. അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു നിരീശ്വരവാദിയാ. എന്നിട്ടും പാഠപുസ്തകങ്ങളിൽ നിരീശ്വരവാദം കയറ്റാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെന്റെ ഇപ്പോഴിങ്ങനെ ധർമ്മത്തിന്റെ ഒരു കൊണ്ട് ഏതു തിന്മകളെയും തടയാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. ഇന്ന് ആ ധർമ്മത്തിന്റെ തട്ട് നമ്മൾ പൊളിച്ചു കളഞ്ഞപ്പോൾ ഇലാഹിയായ ബറക്കത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. മനസ്സിലായോ പറഞ്ഞത്? വിശദമായി പറയുന്നുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യജൂജ് മാജൂജിന്റെ ചുരുക്കത്തിൽ പറയാ, ശ്രദ്ധിക്കുക, ഈ കെട്ട് എന്ന് തന്നെ പൊട്ടിയായ ഹബീബ നബി പറഞ്ഞു. എന്റെ കാലത്ത് തന്നെ പൊട്ടിയിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു? ഇനി അതവർ കൂടുതൽ പൊട്ടിക്കും. അവരും അവരല്ലാത്തവരും. ഒരു ആസർബൈജാന്റെ അവിടെ മാത്രമൊന്നുമല്ല, അവർ പരന്നു കിടക്കുകയാണ്. അവരൊന്നായിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ നാടുകളിലേക്ക് ഇങ്ങോട്ട് കയറി വരും. അതിനടുത്തായിട്ടുണ്ട് എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യജൂജ് മാജൂജിന്റെ ആക്രമണം ഒന്നൊന്നുമല്ല, ഒരുപാടുണ്ടായിട്ടുണ്ട്. അതും ഞാനൊരു ലേശം അങ്ങോട്ട് വായിച്ചാൽ എനിക്കും ഒരു സമാധാനാണ്, നിങ്ങൾക്കൊരു സമാധാനാണ്. കേട്ടോളൂ. യജൂജ് മാജൂജിന്റെ പ്രവേശനം തടയുവാൻ ദുൽഖർനൈൻ കെട്ട് നിർമ്മിച്ച് അതിനെ അഭ്യർത്ഥിച്ച ജനതയുടെ ആവശ്യപ്രകാരം 2 പർവ്വതങ്ങളുടെ ഇടയിൽ മാത്രമാണ്. ആ മാർഗത്തിൽ കൂടിയായിരുന്നു ശത്രുക്കൾ പ്രവേശിച്ചിരുന്നത്. അക്രമികളുടെ എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹം മതിൽ കെട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? ഒരു ഭാഗത്ത് മാത്രമാണ് മതിൽ കെട്ടിയത്. യജൂജ് മാജൂജ് വർഗം വളരെയധികം പേരുണ്ടെന്ന് പുണ്യനബിയുടെ പ്രബലമായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ദുൽഖർനൈൻ നിർമ്മിച്ച കെട്ട് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്നതിന് ഖുർആനിലോ സ്ഥിരപ്പെട്ട നബിവചനത്തിലോ തെളിവില്ല. എന്റെ രക്ഷിതാവിന്റെ നിശ്ചിത സമയം എത്തിക്കഴിഞ്ഞാൽ അത് തകർത്തു കളയും എന്ന് അദ്ദേഹം പ്രസ്താവിച്ചതായി, ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ പ്രസ്താവിച്ചതായി 98-ാം വാക്യം പറയുന്നുമുണ്ട്. ഓരോന്നിനും ഓരോ സമയമാണുള്ളത്. മനസ്സിലായില്ല? ആ കെട്ടിനെ കുറിച്ച് പറയാണ്. ഓരോന്നിനും ഓരോ സമയമാ. അത് വന്നു കഴിഞ്ഞാൽ അതിന്റെ നാശമുണ്ടാകും. നബിയുടെ കാലത്ത് തന്നെ ആ കെട്ടിന് ചില നാശങ്ങൾ വന്നതായി ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച നബിവചനം കൊണ്ട് തെളിഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് നിലവിലില്ലെന്നാണ് പലരുടെയും അഭിപ്രായം. ആ കെട്ട് ഇന്ന് നിലവിലില്ല. ഭിത്തി പൊട്ടിയ ഉടനെ തന്നെ ആ മാർഗത്തിൽ കൂടെ ആക്രമണമുണ്ടാകുമെന്ന് ഖുർആനിലില്ല. അഥവാ ഹബീബായ റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ പൊട്ടിയതായി പറഞ്ഞിട്ടുണ്ട്. അന്ന് ആക്രമിച്ചോളണം എന്നൊന്നും ഇല്ല എന്നർത്ഥം. യജൂജ് മാജൂജിന്റെ പുറപ്പെടൽ കൊണ്ടുള്ള ഉദ്ദേശ്യം അവരുടെ ആക്രമണവും അവർ വരുത്തുന്ന നാശങ്ങളുമാണ്. ആക്രമണങ്ങൾ ഇടക്കിടക്കുണ്ട്, നാശം മൊത്തത്തിൽ എന്നുണ്ട്. അത് പിന്നീട് വിശദീകരിച്ചാൽ മനസ്സിലാവും. അവയിൽ ഏറ്റവും ഭയാനകമായത് ഈസാ നബി വരികയും ദജ്ജാലിനെ കൊല്ലുകയും ചെയ്ത ശേഷം ഉണ്ടാകുന്നവരുടെ പുറപ്പാടാകുന്നു. അന്നാണ് ഏറ്റവും വലിയ നാശം ഉണ്ടാവുക, മുമ്പുണ്ടാകും എന്നർത്ഥം. യജൂജ് മാജൂജിന്റെ പുറപ്പാടിനെ പറ്റി ഇവിടെ പറഞ്ഞത് കൂടാതെ അംബിയാ 96-ലും പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള ഉദ്ദേശ്യം ഏറ്റവും ഭയാനകമായതും ഈസാ നബി വന്ന ശേഷമുള്ളതുമായ ആ പുറപ്പാടെന്നാണെന്ന് പുണ്യനബിയുടെ ഹദീസിൽ നിന്ന് തെളിയുന്നതാണ്. രക്തച്ചരിച്ചിലിനും ക്രൂരകൃത്യങ്ങൾക്കും കുപ്രസിദ്ധി നേടിയ ചെങ്കിസ് ഖാൻ മംഗോളിയൻ ഗോത്രങ്ങളെ, ചെങ്കിസ് ഖാന്റെ ആക്രമണം ഹിജ്റ 7-ാം നൂറ്റാണ്ടിലാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അത്
യജൂജ് മജൂജിന്റെ ആക്രമണമായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. രക്തച്ചൊരിച്ചിലിനും ക്രൂരകൃത്യങ്ങൾക്കും കുപ്രസിദ്ധി നേടിയ ചെങ്കിസ് ഖാൻ മംഗോളിയൻ ഗോത്രങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ നടത്തിയ മുസ്ലിം ലോകത്തേക്ക് നടത്തിയ ആക്രമണം ചരിത്രത്തിൽ തുല്യതയില്ലാത്തതായിരുന്നു. അത് യജൂജ് മജൂജിന്റെ ഒരാക്രമണമായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മുസ്ലിം ലോകത്തെ വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ അവർണ്ണനീയമാണ്. അതും യജൂജ് മജൂജിന്റെ പുറപ്പാടു തന്നെ. അതും യജൂജ് മജൂജിന്റെ പുറപ്പാടാണ്. അവസാനത്തതല്ല, ഇനിയും വരും എന്നർത്ഥം. ചെങ്കിസ് ഖാൻ എന്താ ചെയ്തത്? പഠിക്കുന്നവർക്ക് ഇത് റെഫറൻസ് ആവണം. ഒരു പഠിച്ചോട്ടെ. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മനുഷ്യൻ വെറുതെ ഇരിക്കാതൊന്ന് ചിന്തിക്കട്ടെ. ചെങ്കിസ് ഖാൻ പറഞ്ഞല്ലോ, ചെങ്കിസ് ഖാൻ താർത്താരി യജൂജ. റഷ്യക്കാരനും താർത്താരികളും യജൂജികളാ. അവര് മംഗോളിയക്കാരാ. മംഗോളിയും റഷ്യയും ഒന്നാണ്. അതിരിട്ടിട്ടുണ്ടെന്നുള്ളൂ, ഒന്നാണ്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? 2 അതിരിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. മംഗോളിയ റഷ്യ ഒന്നാണ്. മംഗോളിയ റഷ്യ ഒന്നാണെങ്കിൽ ചൈനയും മംഗോളിയ റഷ്യ ഒന്നാണ്. കാരണം ചൈന, മംഗോളിയ, റഷ്യ. പിന്നെ അതിലേക്ക് ചേരുന്നതാണ് ടിബറ്റ്. ഇപ്പോൾ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവരും മൂക്ക് ചപ്പന്മാരാണ്. ഇവരൊക്കെ അസില് തുർക്കികളുമാണ്. തുർക്കികളും മൂക്ക് ചപ്പന്മാരും സിഗാറുൽ അഅ്യുൻ തുർക്കികളോട് യുദ്ധം ചെയ്യാതെ ഖിയാമത്ത് നാളുണ്ടാവില്ല റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്ക് ഹബീബ, ചിന്തിക്ക്. തുർക്കികളോട് യുദ്ധം ചെയ്യും. അവരൊക്കെ അത്രാക്കി എന്നാൽ പ്രവാചകന്മാർ നേരത്തെ തന്നെ തറക്കോഹും, അതൊരു വെടക്കെട്ട കൗമായിട്ട് പ്രവാചകന്മാർ നേരത്തെ തന്നെ ഉപേക്ഷിച്ചത് കൊണ്ടാകാം. തുരിക്കു വറാ സദ്ദി, സദ്ദിന്റെ അപ്പുറം, കെട്ടിന്റെ അപ്പുറം അവരെ ഉപേക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് അവർ തുർക്കികൾ എന്ന് പറഞ്ഞു. പിന്നീട് അവരിൽ നല്ല ആളുകൾ ഉണ്ടാകാം. ഏതുപോലെ ജിന്നിന്റെ വാപ്പയാണല്ലോ ഇബ്ലീസ്. എന്നാൽ ജിന്നിലും ആരുണ്ട്? ജിന്നിന്റെ അബുൽ ജാന, ജിന്നിന്റെ വാപ്പയ. മംഗോളിയക്കാരിൽ മുഗളന്മാരിലാണല്ലോ ബഹുമാനപ്പെട്ട ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി. സ്വാലിഹല്ലേ, അതിന് തെറ്റൊന്നുമില്ല. അസ്ലവരാരാ? അസ്ലവരും മുഗളന്മാരാ. മുഗളന്മാർ മഖ്ജൂജികളാ, താർത്താരികൾ യജൂജികളാ. അവരിൽ നിന്ന് നല്ല ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഔറംഗസീബ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്നാലോ അസ്ൽ യജൂജി ഉണ്ടായിട്ടുണ്ട്, അസ്ൽ മഖ്ജൂജി ഉണ്ടായിട്ടുണ്ട്. അക്ബർ അത് ഒറിജിനൽ മഖ്ജൂജിയാ. ദീനയിലാഹി കൊണ്ടുവന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുജദ്ദിദ് അൽ-ഫിസാനി അഹ്മദുൽ ഫാറൂഖ് സിർഹിന്ദി റളിയല്ലാഹു അൻഹു. ഖാദിരി ത്വരീഖത്തിന്റെ പ്രഗൽഭ ശൈഖായിരുന്നു ബഹുമാനപ്പെട്ട മുജദ്ദിദ് അൽ-ഫിസാനി അഹ്മദുൽ ഫാറൂഖ് സിർഹിന്ദി റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് അക്ബറെ പരാജയപ്പെടുത്തിയത്. അക്ബർ മുഗളൻ മഖ്ജൂജിയ. എന്നാൽ ആ മുഗളന്മാരിൽ പിന്നീട് തൊപ്പിതുന്നിയും ഖുർആൻ പകർത്തി എഴുതിയും ജീവിച്ച മഹാനുണ്ടായി, മഹാനായ ഔറംഗസീബ്. അതിനെതിരൊന്നുമില്ല. പക്ഷെ സ്വഭാവത്തിന്റെ സമൂഹത്തിന്റെ പ്രാകൃത സ്വഭാവം പിന്നെ അവസാനം ഒരു അസ്ലി സ്വഭാവത്തിലേക്ക് മടങ്ങുകയും ചെയ്യും എന്നു സാരം. ചെങ്കിസ് ഖാന്റെ ആക്രമണം എന്താകുമെന്ന് ഞാനൊന്ന് പറഞ്ഞു തന്നാൽ, അതിന്റെ 1000 ഇരട്ടി ഭയാനകമായ ആക്രമണമാണ് ഇനി അവസാനം ഈസ നബിയുടെ കാലത്തുണ്ടാവുക. നിങ്ങൾക്ക് മനസ്സിലാവണില്ല. 616 മുസ്ലിം രാജ്യത്തേക്ക് ചെങ്കിസ് ഖാൻ കയറിയത്. ഹിജ്റ 616. എന്തായിരുന്നു സംഭവം? ഭയങ്കര. ഇനി ഞാൻ ചെങ്കിസ് ഖാന്റെ മുദ്രാവാക്യങ്ങൾ പറഞ്ഞു തരാം. എന്നാൽ നമുക്ക് ലോകത്താകെ റഷ്യക്കാർ കൊണ്ടുവന്നൊരു മുദ്രാവാക്യം എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. ചെങ്കിസ് ഖാൻ എന്താ ചെയ്തത്? ചെങ്കിസ് ഖാൻ ചെയ്ത് കൂട്ടിയതിന് കയ്യും കണക്കില്ല. ബുഖാറയിലേക്ക് കയറി. ഇസ്ലാമിന്റെ വിളനിലമായിരുന്നു ബുഖാറ. ബഹുമാനപ്പെട്ട അബു അബ്ദുല്ലാഹി മുഹമ്മദ് ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിൽ പിന്നെ ലക്ഷക്കണക്കായ ഹദീസ് അറിയാവുന്ന മനുഷ്യന്റെ നാട്ടിൽ ഒരു ഹദീസ് പഠിപ്പിക്കാൻ സ്ഥാപനമുണ്ടായില്ല. അതിന് കാരണക്കാരനാരാ? ചെങ്കിസ് ഖാന്റെ ആക്രമണ. ചെങ്കിസ് ഖാൻ താർത്താരി യജൂജിയ. തന്നെ
എന്റെ ഉണ്ടായത് ബുഖാറയിലേക്ക് കയറി. ഇശ്റൂനാൽ വബിഹാ ഇശ്റൂനാൽ ഫമുഖാത്തിൽ ഫഹാസറഹാ ചെങ്കിസ് ഖാൻ സലാസത അയ്യാമിൻ ഫതലബ മിൻഹു അഹ്ലഹൽ അമാൻ ഫഅമനഹും വദഖലഹാ ഫഅഹ്സന സീറ ഫീഹിം മക്റൻ വഖദിയ. അവരെ ചതിച്ചിട്ട് ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ അതിഥിയായി വരട്ടെ എന്ന് പറഞ്ഞ് ഉള്ളിൽ വന്ന് കയറി. ഉള്ളിൽ വന്നിട്ട് കയറിയിട്ട് ബുഖാറയെ അങ്ങോട്ട് നശിപ്പിച്ചു. എന്തിന്? തൈമൂർ ചൈനക്കാരനാ, തൈമൂർ ചൈനക്കാരനാ, താർത്താരിയ. എന്താ തൈമൂർ ചെയ്തത്? എന്താ ചെയ്തത്? ബഗ്ദാദിലുള്ള പള്ളികളിലുള്ള കിതാബുകൾ കൊണ്ടുവന്നിട്ട് യൂഫ്രട്ടീസ് നദിക്ക് കുറുകെ ഇട്ടിട്ട് പട്ടാളത്തെ നടത്തിക്കൊണ്ടുപോയി. ലക്ഷക്കണക്കായ കിതാബുകൾ. അങ്ങനെയാണ് ലക്ഷക്കണക്കായ ഹദീസുകൾ മുസ്ലിം ലോകത്തിന് നഷ്ടപ്പെട്ടത്. ആരുടെ ആക്രമണം? താർത്താരി ആക്രമണം. എഴുച്ചൂച്ചി. ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മണ്ണാണല്ലോ ബഹുമാനപ്പെട്ട ബഗ്ദാദ്. ബഗ്ദാദാണ് സത്യത്തിൽ ദീനിന്റെ ഒരു പ്രസരിപ്പുണ്ടായിരുന്ന നാട്. എന്ത് ചെയ്തു? തൈമൂർ ആക്രമിച്ചു. എന്നിട്ട് തൈമൂർ എന്ത് ചെയ്തു? മുസ്ലിമീങ്ങളുടെ എല്ലാ വിജയത്തിനും കാരണം ഈ പള്ളികളും കിതാബുകളുമാണ് എന്ന് വിചാരിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? പള്ളികളിലെ കിതാബുകൾ കൊണ്ടുവന്നിട്ട് യൂഫ്രട്ടീസ് നദിക്ക് കുറുകയിട്ട് അതിന്റെ മുകളിലൂടെ പടയെ നടത്തിക്കൊണ്ടുപോയി. ഈ സംഭവം മുഖദ്ദിമയിൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഖൽദൂൻ പറയുന്നുണ്ട്. മുഖദ്ദിമയിൽ ഈ സംഭവം, മുഖദ്ദിമ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാതൃഭൂമിയാണ് മുഖദ്ദിമ പ്രസിദ്ധീകരിച്ചത്. വിശ്വേത്തര ഗ്രന്ഥമാണ് മുഖദ്ദിമ. മുഖദ്ദിമ പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമിയാണ്. മുഖദ്ദിമയിലുണ്ട് ബഹുമാനപ്പെട്ട ബഗ്ദാദിലേക്ക് വന്നു ആര്? താർത്താരിയായ തെമ്മാടിയായ തൈമൂർ. ആ നാട്ടിലെ പള്ളികൾ മുഴുവൻ നാശാക്കിയെന്ന് മാത്രമല്ല, ലക്ഷക്കണക്കായ ഹദീസുകൾ നദിയിലിട്ടിട്ട് പാലമാക്കിയിട്ട് അതിന്റെ മുകളിൽ കുതിരകളെ നടത്തിക്കൊണ്ടുപോയത് കാരണം 6 മാസത്തിലേറെ യൂഫ്രട്ടീസിലെ വെള്ളം കറുത്തു കിടന്നു. എന്ത്? അച്ചടിയല്ല, എന്തായിരുന്നു? കൈകൊണ്ട് എഴുതിയത്. ലക്ഷക്കണക്കായ ഹദീസ്, 10 ലക്ഷത്തിലേറെ ഹദീസ് ഹബീബ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. മുസ്തഫ നബിയുടേതായുണ്ട്. 10 ലക്ഷത്തോളം ഹദീസ് മനപ്പാടമുള്ള ആളായിരുന്നു ആര്? ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ. ഇന്നെവിടെ ഹദീസ്? എവിടെ? അതൊക്കെ നശിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാർ ആരാണ്? താർത്താരികളാ, അവരെ ജൂജികളാ. എന്താ അവർ ചെയ്തതെന്നറിയോ? നിങ്ങൾ ചിന്തിക്കണം. കാലത്തെ താർത്താർ എഴുത്തൂന ബിൽ മനാബിരി, മിമ്പറുകൾ കൊണ്ടുവരിക, എന്നിട്ട് കിടങ്ങ് കൊണ്ടുപോയിടും. പിന്നെയോ? പിന്നെ അവരെ എത്രയാളെയാണ് ഈ താർത്താരികൾ കൊന്നതെന്ന് അല്ലാതെ ഒരാളറിയില്ല. ആ ജാതി കൊല നടന്നു. ചരിത്രം കണ്ട ഏറ്റവും വലിയ കൊല നീ ഇവിടെ പറയുന്നുണ്ട്, ഞാൻ ഓടിച്ചോടാം. പെണ്ണുങ്ങളെ കുടുംബത്തിന്റെ മുന്നിലിട്ട് വ്യഭിചരിച്ചു, ബലാത്സംഗം ചെയ്തു. സ്വന്തം ഭാര്യയെയും സഹോദരിയെയും രക്ഷപ്പെടുത്താൻ വേണ്ടി മരിച്ചവരായിരുന്നു ഭൂരിഭാഗം ആണുങ്ങളും. ധാരാളം ആളുകൾ ഇങ്ങനെ ചെയ്തു. ധാരാളം ആളുകളെ ചെങ്കിസ് ഖാൻ അങ്ങനെ ചെയ്തു. എന്നിട്ട് ചെങ്കിസ് ഖാൻ ഇങ്ങോട്ട് സമർക്കന്ദിലേക്ക് കയറി. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു നാട്ടിൽ കയറിയാൽ അവിടെ എത്ര മുസ്ലിമോ മൊത്തം കൊല്ലുക, എല്ലാ മുസ്ലിമീങ്ങളെയും കൊല്ലുക. പിന്നെയോ ഒരു റിജാലി വന്നിസായി മഅൻ വല്ലത്ഫാൽ, എല്ലാവരെയും എല്ലാവരെയും നശിപ്പിക്കുക, കവർച്ച ചെയ്യുക. വീടുകളെല്ലാം തകർക്കുക. തകർക്കാൻ കഴിയാത്ത തീ വെക്കുക. കൂടുതലും ചെങ്കിസ് ഖാൻ തകർത്തത് പള്ളികളെയും യൂണിവേഴ്സിറ്റികളെയുമാണ്. ബുഖാറയിലും സമർക്കന്ദിലൊക്കെ ആയിരക്കണക്കായ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. അതൊക്കെ നശിപ്പിച്ചതാരാ? ചെങ്കിസ് ഖാന. അവൻ താർത്താരിയ, ജൂജിയ. ഇതൊരു പുറപ്പെടല. ചിന്തിക്കേ, എന്താന്ന് പറഞ്ഞാൽ റബ്ബേ,
ഇതാ 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 ഇനി കേട്ടോളൂ. ഇബ്നു കസീർ തങ്ങളുടെ അൽബിദായാണിത്. ഇതൊന്നും ഞാൻ എവിടുന്നെങ്കിലും പുതിയ പുസ്തകം കാസിമി വായിക്കാന്ന് വിചാരിക്കണ്ട, ഏതോ അറബികളെ പുസ്തകം എടുത്ത് കാസിമി വായിക്കാന്ന് വിചാരിക്കണ്ട. ഇത് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിന്റെ അൽബിദായത്ത് വന്നിഹായാണ്, അവിടുന്ന് ഉദ്ധരിക്കുന്നത്. ഇനി നിങ്ങൾ കേട്ടോളൂ. ഫലോ ഖാലഖ ഇന്നൽ ആലമ മുൻദു ഖലഖല്ലാഹു ഇലല്ലാൻ ലം യുബ്തലൂ ബിമിസ്ലിഹാ. ആകാശഭൂമി ഉണ്ടായതിനു ശേഷം, ആകാശം പടച്ചതിന് ശേഷം, ഭൂമി പടച്ചതിന് ശേഷം ചെങ്കിസ് ഖാൻ ചെയ്തതുപോലത്തെ ഒരു ഉപദ്രവം ചെയ്തിട്ടേ ഇല്ല. അതൊക്കെ ഇനി ഈസാ നബിയുടെ കാലത്ത് അവർ ചെയ്യുന്നതിലേക്ക് നോക്കിയാൽ നിസ്സാരമാണ്. നോക്കൂ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവ ചെയ്തത്. ചരിത്രത്തിനോട് അടുക്കുന്ന ഒന്ന് പോലുമില്ല. ഇനി ഖിയാമത്ത് നാൾ വരെ ഇതുപോലത്തെ ഒന്ന് ഉണ്ടാവുകയുമില്ല. ഇല്ല യജൂജ വമഅജൂജ, ഈസാ നബിയോട് യജൂജ വമഅജൂജ ചെയ്യുന്നതൊഴിച്ചാൽ ഇതാണ് ഏറ്റവും വലിയ ആക്രമണം എന്ന്. വഅമ്മദ്ദജ്ജാൽ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ബൽ ഖതലുൽ റിജാല വന്നിസാ, പെണ്ണുങ്ങളെയും ആണുങ്ങളെയും കൊന്നു. ശഖൂ ബുതൂനൽ ഹവാമിലി, ഗർഭിണികളുടെ വയർ കുത്തിക്കീറി. ചെങ്കിസ് ഖാൻ വഖതലുൽ അജ്ന, ഈ വയറ്റിലുള്ള കുട്ടികളെ കൊന്നു. ഫഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലിഹാദിഹിൽ ഹാദിസത്തി അല്ലതി ഇസ്തതാറ ശററുഹാ വഅമ്മ ളററുഹാ വസാറത്ത് ഫിൽ ബിലാദി കസ്സഹാബി. മൊത്തം അറബ് പ്രദേശങ്ങൾ മുഴുവനും മേഘം മൂടിയതുപോലെയായി. ഫഇന്ന ഖൗമൻ ഖറജു മിൻ അത്റാഫിസ് സീനി, അന്ന് ചെങ്കിസ് ഖാൻ വന്നത് ചൈനയിൽ നിന്നായിരുന്നു. ചിന്തിക്കണം, ചൈനയിൽ നിന്ന് പുറപ്പെട്ട ചെങ്കിസ് ഖാന്റെ പട്ടാളം മുസ്ലിം ലോകത്തെ നായാട്ട് നടത്തി. ചരിത്രത്തിൽ തുല്യതയില്ല. ചെങ്കിസ് ചരിത്രത്തിൽ തുല്യതയില്ല. അവയവങ്ങൾ കുത്തിക്കേറുക, പെണ്ണുങ്ങളെ വയറ് കീറിയിട്ട് ഗർഭത്തിലുള്ള കുട്ടിയെ കൊല്ലുക. ഇങ്ങനെ മനുഷ്യന്മാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് ആയിരക്കണക്കായ മനുഷ്യന്മാരെ ഒന്നിച്ച് തീ കൊടുക്കുക. പള്ളിയെ ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ ആക്രമണമാണ്. എന്താ എന്നിട്ട് ചെങ്കിസ് ഖാന്റെ മുദ്രാവാക്യം? ഭൂമിയിൽ ഞങ്ങൾക്ക് അടിമപ്പെടാത്ത ഒരാളുമില്ല, ആകാശത്തുള്ളവന്റെയും മേലെയാണ് ഞങ്ങൾ. ആര് പറഞ്ഞു? ഇതാ ചെങ്കിസ് ഖാന്റെ മുദ്രാവാക്യം. ഇതന്നെ ഇതാണ്. ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം. അത് മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടി പറയാം. ഒരു മാനവരക്തം അവർക്കില്ല. കാരണം അള്ളാഹു പഠിച്ച ദീനല്ലാത്ത എന്ത് മാനവന, അള്ളാന്റെ ദീൻ അംഗീകരിക്കാത്ത എന്ത് മാനവന. ഇതിന്റെ അടിസ്ഥാനം കൊണ്ടുവന്നത് ചെങ്കിസ് ഖാനാ. ഭൂമിയിലുള്ളവരെ മുഴുവനും ഞങ്ങൾ അടിപ്പെടുത്തിയിരിക്കുന്നു. ആകാശത്തുള്ളവന്റെയും മേലെയാണ് ഞങ്ങൾ. എങ്ങനെയാ? അതുതന്നെയാണ് ഇവിടെയെല്ലാം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. ഒരു പാട്ടാ ഈ പാട്ടിന്റെ ഒക്കെ ബേസ് റഷ്യ ഇല്ലല്ലേ? ഒരു പാട്ടല്ലേ? ഒന്ന് പറയേണ്ട കോഴിക്കോട്ട് വരല്ലേ? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. വയലാറാണെന്ന് തോന്നുന്നു അങ്ങനെ പാടി. വയലാറൊക്കെ ഒറ്റ ഒന്നാ. വയലാറ് ജോൺ എബ്രഹാം അവരൊക്കെ ഒറ്റ കൂട്ടുകെട്ട. ജോൺ എബ്രഹാമാണ് നക്സലിസത്തിന്റെ ഏറ്റവും വലിയ പ്രചാരകൻ. അയാളെ ഏറ്റവും വലിയ ഡയറക്ടറാക്കി ഉയർത്തിയതും കേരളീയ സാംസ്കാരിക സമൂഹം, സാംസ്കാരികം കൊട്ടേഷൻ. അങ്ങനെയാണ് കേരളീയ ആ സമൂഹം. ജോൺ എബ്രഹാം ഇവിടുന്ന് പാരമൗണ്ട് മൗണ്ടിന്റെ മുകളിൽ നിന്നാണ് വീണ് ചത്തത്. കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് പാരമൗണ്ടിന്റെ മുകളിൽ കയറിയിട്ട് കഞ്ചാവാണ് വലിച്ചു. കഞ്ചാവ് വലിച്ചപ്പോൾ മുമ്പർക്ക് തോന്നി ഞാൻ പറക്കാണ്. ഒറ്റ പറക്കല് ഇവിടെ വീണിട്ടാണ് ജോൺ എബ്രഹാം ഇവിടുന്ന് കേട്ടത്. അമ്മയെ കാണാൻ എന്ന സിനിമയുണ്ടാക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു രാജനെ ഒരുത്തിക്കൊണ്ടതാണ്. രാജൻ നെക്സലിസ്റ്റാണ്. ചിന്തിക്കണം, അവരൊക്കെ വഴി അങ്ങനെയാണ്. ആ ഒരു ചിന്ത, പിന്നെ ആ ചിന്താധാരകൾ ഇങ്ങനെ വളർത്തിക്കൊണ്ടുപോകണം. അങ്ങനെയാണ്.
പിന്നെ നമ്മുടെ എല്ലാം പിന്നെ എന്തുണ്ടായി എങ്കിൽ ലോകത്ത് അവരെന്തുണ്ടായി? ഞാൻ സംസ്കാരം മുഴുവനും അവരോട് കൈയടക്കി. വളരെ നമ്മളത് ചിന്തിക്കണം, വളരെ ഗൗരവമായി ചിന്തിക്കണം തന്നെ. ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം. ഇനി ഞാന് ഇന്നലത്തെ ബെയ്ത്തൊന്നും കൂടി ചെല്ലാം. ബഹുമാനപ്പെട്ട മമ്പർത്ത തങ്ങൾ പാപ്പ പറയുന്നുണ്ട്, ഇവർ തന്നെ ആ ദജ്ജാലിനെ കൊണ്ടുവരുക. കാരണം ദജ്ജാൽ മുസ്ലിമീങ്ങൾക്കെതിരായ എന്തിനേയും അവർ കൊണ്ടുവരും. ആരാ ദജ്ജാലിനെ കൊണ്ടുവരിക? അസ്ഹാബു റൗസി ആഖിറൽ അയ്യാമി അഹ്സാബു ദജ്ജാലിൻ മിനൽ ഹുദ്ദാമി. എങ്ങനെയുണ്ട് ബെൽറ്റ്? എങ്ങനെയുണ്ട് ബെൽറ്റ്? അസ്ഹാബു റൗസി ആഖിറൽ അയ്യാമി അഹ്സാബു ദജ്ജാലിൻ മിനൽ ഹുദ്ദാമി. അവസാന കാലഘട്ടത്തിൽ ദജ്ജാൽ വരുമ്പോൾ ദജ്ജാലിന്റെ ഖാദിമീങ്ങൾ റഷ്യക്കാരായിരിക്കും. റഷ്യയില് 1917 ബോൾഷെവിക് വിപ്ലവം നടക്കുന്നത്. 1917 1917. അന്നോ അതിനേക്കാൾ വശം റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുമെന്ന് കാൾമാക്സിന് പോലും അറിയില്ല. കാൾമാക്സ് പറഞ്ഞത് ജർമ്മനിയിൽ നടക്കുന്ന. എന്നാൽ മമ്പർത്ത തങ്ങൾ പാപ്പാക്കറിഞ്ഞു. അതാ രസം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അവരാണ് വളരെ ചിന്തിക്കണം. റഷ്യയില് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുന്ന കാര്യം ആർക്കറിയില്ല? അറിയൂല. അയാൾക്കറിയൂല. അയാളുടെ പ്രവചനം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ജർമ്മനിയിലായിരിക്കുന്നു. ജർമ്മനിയിൽ ഇന്നും കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഉണ്ടായിട്ടുമില്ല. ജർമ്മനിയിൽ ഉണ്ടായത് ആര്യായിസമാണ്. ആര്യായിസത്തിന്റെ യൂറോപ്യൻ ആര്യായിസത്തിന്റെ ബേസോ ഫറോവായിസമാണ്. അത് പറയുന്നുണ്ട്. മിൻ ഖൗമി ഫിർഔന. അവിടുന്നാണ് നാസിസം ഉണ്ടായത്. അവരാണ് മനുഷ്യന്റെ ചർമ്മം കൊണ്ട് കൗതുക വസ്തുക്കൾ ഉണ്ടാക്കിയത്. ബ്ലഡ് അഡോൾഫ് ഹിറ്റ്ലർ, അയാൾ അസ്ലി മൗചൂച്ചിയാണ്. നിങ്ങൾ ചിന്തിക്കുക. അവരൊന്നും മതമുള്ളവരല്ല. അവരൊക്കെ മതമല്ല പ്രശ്നം. എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം. തന്നെയാ ഹിറ്റ്ലർ പ്രശ്നം. അത് തന്നെയാണല്ലോ. ലോകത്തെ എല്ലാ ധനവും ജർമ്മനിൽ ഒരുമിച്ച് കൂട്ടണമെന്നായിരുന്നു അയാളുടെ വാദം. ലോകത്തെ മുഴുവനും എക്കണോമിക് തലസ്ഥാനം ജർമ്മനാകണമെന്നായിരുന്നു അയാളുടെ വാദം. അതിനുവേണ്ടിയാണ് അയാൾ നാസിസം ഉണ്ടാക്കിയത്. ഇപ്പോൾ ജർമ്മൻകാർ നവനാസിസം ഉണ്ടാക്കി. നാസിസത്തിന് ശേഷം ഇപ്പോൾ ജർമ്മനിയിൽ നാസിസം വന്നുകൊണ്ടിരിക്കുന്നു. ആരാ നാസിസം ഉണ്ടാക്കിയത്? അഡോൾഫ് ഹിറ്റ്ലർ. അയാൾ ആര്യൻ അസ്ലി ഫിർഔനിയ. ആ സമൂഹം യൂറോപ്യൻ ഫറോവായിസം എന്ന് പറയുന്നത് മൗജൂജിസമാണ്. ഒന്നാണത്. ഇവരെല്ലാം അതാണ് സ്വഹാബു റൗസ്. നിങ്ങൾ ചിന്തിക്കുക. ഞാനിതിങ്ങനെ പഠിച്ചവന് ആ മനുഷ്യൻ 1844 മരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത് 1848. അന്ന് അവർ പ്രവചിച്ചത് ഇതാദ്യം നടപ്പിലാവുക ജർമ്മനിയിൽ. എന്നാൽ 44 മരിച്ച മനുഷ്യൻ പറഞ്ഞു ഇത് നടപ്പിലാവലെവിടെയാ? റഷ്യയില. അവരെല്ലാം നാശം കൊണ്ടുവരും. അവരാണ് ആഖിർ സമാനിൽ ദജ്ജാലിന്റെ ഖദീമുകളാവുക. സ്വഹാബു റൗസി ആഖിറൽ അയ്യാമി അഹ്സാബു ദജ്ജാലിൻ മിനൽ ഹുദ്ദാമി. ചിന്തിക്കണം. ഇതാണ് മൂപ്പരെ ഇത് പള്ളിയിലെ മെഹ്റാബ് എന്ന് പറയണമെന്ന് ഞങ്ങൾ പറയാൻ കാരണം. ഇത് നമ്മൾ ചിന്തിക്കണം. അതാണ് ഞങ്ങൾ കാരണം. നിങ്ങൾ വെറുതെ നേരമില്ലാത്തതുകൊണ്ട് പഠിക്കാതെ നടക്കരുത്. നിങ്ങൾ കുറച്ച് പഠിക്കണം. കുപ്പായിട്ടതുകൊണ്ട് വിജ്ഞാനം ഉണ്ടാവില്ല. പഠിക്കുക. ഇതാണ് സ്വഹാബു റൗസി ആഖിറൽ അയ്യാമി അഹ്സാബു ദജ്ജാലിൻ മിനൽ ഹുദ്ദാമി. റഷ്യക്കാർ ദജ്ജാലിന്റെ ഖദീമീങ്ങളാകും എന്ന് പറഞ്ഞു. എത്ര വലുതാണത്! അവരാരാ? അവര് യജൂജികളാ, താർത്താരികൾ യജൂജികളാ, അവരസ്ലി യജൂജികളാ. അവര് നോക്കൂ. നിങ്ങൾ വളരെ ചിന്തിക്കേ.
ഇതറിയും വൈലുൽ അറബി, അറബികൾക്ക് നാശമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അറബികളിൽപ്പെട്ട തെരീം പട്ടണവാസിയാണ് മമ്പർത്ത തങ്ങൾ പാപ്പ. അറബികളുടെ ഇജാസത്തുള്ള അറബികളിൽ ഒരാളാണ്. ആ സമൂഹത്തിലാണ് യമനിയാണ് ബഹുമാനപ്പെട്ട മമ്പർത്ത തങ്ങൾ പാപ്പ. ഇത് റഷ്യക്കാർക്കറിയാത്തത് മമ്പർത്ത തങ്ങൾ പാപ്പാക്കറിയും. കാരണം വൈലുലിൽ അറബ, അറബികൾക്ക് നാശം. അറബികളാരാ? അറബികളും അറബികളിലേക്ക് ചേർന്ന് നിൽക്കും. നമ്മളൊക്കെ അറബികളിലേക്ക് ചേർന്ന് നിൽക്കുന്നവരാ. എന്തുകൊണ്ട്? ഖിബ്ലതൻ തർലാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. 1917 ഇതിന് വലിയ രസമുണ്ട്. 1917 വ്ളാഡിമിർ ലെനിൻ ബോൾഷെവിക് വിപ്ലവം കഴിഞ്ഞിട്ട് റഷ്യയിൽ അധികാരമേൽക്കുന്നത്. പിന്നീടുള്ള 4 കൊല്ലത്തിനിടയിൽ 50 ലക്ഷം മതവാസികൾ യൂറോപ്പിൽ മരിച്ചു. 50 ലക്ഷം, 50 lakh. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ പട്ടിണിക്കിട്ട് കൊന്നത് വ്ളാഡിമിർ ലെനിനാണ്. ലോകത്തെ ഇത് റഹ്മത്തുള്ളയാണ് പറയുന്നത്, ഉത്തരവാദിത്തപ്പെട്ട ഒരു സദസ്സിലാണ് പറയുന്നത്. ആർക്കും വാദപ്രതിവാദം വരെ നടത്താം, ഞാൻ തയ്യാറാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ പട്ടിണിക്കിട്ട് കൊന്നത്, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ വയറ് പുലർത്തി കൊന്നത് ചെങ്കിസ് ഖാനാണ്. അയാൾ യജൂജിയാണ്. ലോകത്തെ ഏറ്റവും മതവിശ്വാസികളെ പട്ടിണിക്കിട്ട് കൊന്നത് വ്ളാഡിമിർ ലെനിനാണ്. അയാളും യജൂജിയാണ്. 50 lakh 50 ലക്ഷം ആളുകളെ കൊന്നത് വ്ളാഡിമിർ ലെനിൻ. എന്തിന്? സ്ഥിതിസമത്വവാദത്തിന് വേണ്ടി. മനസ്സിലായില്ലേ? അതായത് ധനം സ്റ്റേറ്റിന്റെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി, സ്ഥിരസമത്വവാദത്തിന് വേണ്ടിയാണ് മതം തകർക്കാൻ 50 lakh 50 ലക്ഷം ആളുകളെ കൊന്നു. അത് വന്നാൽ ലോകത്ത് നാശം വരുമെന്ന് ഇവരുടെ വല്യാപ്പണ്ടാണിന് മുമ്പ് മമ്പർത്ത തങ്ങൾ പറഞ്ഞു. നോക്കൂ, ബൈനഹും ബി ഖിസ്മത്തിൽ അംവാലി ബൈനൽ ഉനാസി ഫാഹിഷുൽ അഖ്വാലി. ജനം എല്ലാവർക്കും ഒരുപോലെ വീതിക്കണമെന്നാണ് റഷ്യക്കാരുടെ വാദം. അത് ഫാഹിഷുൽ അഖ്വാലി, ലോകത്തെ ഏറ്റവും മോശപ്പെട്ട വാദമാണ്. എങ്ങനെയുണ്ട്? നിങ്ങൾ ചിന്തിക്കുക. അന്ന് ഇത് ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസം ഉണ്ടാവണതിന്റെ എത്രയോ കൊല്ലം മുമ്പാണ് ഈ മനുഷ്യൻ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണില്ലേ? നിങ്ങൾക്ക് മമ്പുറത്തൊന്ന് സിയാറത്ത് ചെയ്തോടെ മനുഷ്യന്മാരെ റമദാൻ തീരുന്നതിന് മുമ്പ്. അതാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് സുന്നികൾ അങ്ങോട്ട് പോകുന്നത്. മോനെ, ഈ എന്താ മനസ്സിലാക്കാത്തത്? അതുകൊണ്ട് അങ്ങോട്ട് അത് ഇന്ന് നടപ്പുള്ള കാര്യം ഈ നമ്മുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയാണ് ആ മനുഷ്യൻ. നിങ്ങൾ പറയേ മമ്പർത്ത് സിയാറത്ത് ചെയ്യണ്ടേ? നിങ്ങൾ പറയേ. നമ്മളെ ചെറുപ്പകാലത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. കുട്ടിയെ ഓത്തുള്ളിലാക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? മമ്പർത്തുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുപോയതാ? അങ്ങനെ കൊണ്ടുപോയതാ. എല്ലാ കുട്ടികളെയും അങ്ങനെയാണ്. ഒത്തുള്ളിലാക്കുന്നതിന് മുമ്പ് കൊണ്ടുപോകും. എന്തൊരു കാര്യം ഉണ്ടാവുകയാണെങ്കിലും മമ്പർത്ത് പോകും. എൻ്റെ വീട്ടിൽ പെങ്ങന്മാരെ കല്യാണം നിശ്ചയിക്കുന്ന മുഴുവനും പാപ്പ മമ്പർത്ത് പോകും. എന്നിട്ട് പറയും. എന്തുകൊണ്ട്? നിങ്ങൾ ചിന്തിക്കേ. റഷ്യക്കാർ ഉയർത്തുന്ന ഏറ്റവും വലിയ വാക്ക് ജനങ്ങൾക്കിടയിൽ ധനം ഒരുപോലെ വീതിക്കണമെന്നാണ്. അത് ഫാഹിഷുൽ അഖ്വാലി, അത് മനുഷ്യ ജനത കണ്ട ഏറ്റവും അപകടത്തിന്റെയും നാശത്തിന്റെയും വാക്കാണ്. ചിന്തിക്കുക. നടപ്പിലാവില്ല. കാരണം അള്ളാഹു തന്നെ പടച്ചത് എല്ലാവരെയും ഒരുപോലെയല്ല. ഇതാണ് ഒറ്റ തടിയുടെ വരല്. അങ്ങനെ ഒന്നും ഒരുപോലെയല്ല. ഒന്നും അങ്ങനെയല്ല. ഓരോന്നും എന്നാ ഓരോന്നിനും പ്രാധാന്യല്ലേ ഉണ്ട്. ഒന്നും മര്യാദക്ക് ഒന്ന് മൂക്കിൽ വെക്കണമെങ്കിൽ ഈ വിരലേ ഉപകരിക്കുള്ളൂ. മറ്റു വിരലുകളൊക്കെ മൂക്കിൽ കയറ്റി വെച്ചാൽ മൂക്കിന് വേദനയാവും, സൈഡ് പൊട്ടാൻ സാധ്യതയുണ്ട്. സുഖത്തിൽ അതിൻ്റെ ആള് ഇയാളാണ്. മറ്റു പല പണിയും ഇയാളെ കൊണ്ടുണ്ട്. an എക്സാമ്പിൾ. ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار.
മുസ്ലിമീങ്ങളെ ഇസ്ലാം അങ്ങനെയല്ല, ഉള്ളവൻ അങ്ങോട്ട് കൊടുക്കും, എന്നിട്ട് ഉള്ളവനും ഇല്ലാത്തവനും സമമാകും. നോക്കൂ നിങ്ങൾ, ഇനി ചിന്തിക്ക്, രണ്ട് കാര്യം കൊണ്ടാണ് അവർ ലോകത്തെ അടിമപ്പെടുത്തുക. ഏതാ രണ്ട് കാര്യം? ഒന്ന് അവർ അധികാരത്തിന്റെ ആധിപത്യം, രണ്ട് സാംസ്കാരികാധിപത്യം. ഇത് രണ്ടും അമർത്ത തങ്ങൾ പറയുന്നുണ്ട്. അവർ യജൂജ് മജൂജികളാണ്. അവർ ചിലപ്പോൾ നമ്മളെ അടക്കി ഭരിക്കും. പോകേണ്ടി വന്നാൽ തൽക്കാലമൊന്ന് പോകും, സുഖത്തിൽ മടങ്ങി വരാൻ വേണ്ടി. എന്തിനാ പോകുന്നത്? പോകുന്നതിന് മുമ്പ് അവരവരുടെ സംസ്കാരം ഇവരെ കുഴിച്ചിട്ട് പോകും. ഇനി ഞാൻ മമ്പർത്തങ്ങളോപ്പൻ ഒരു കവിത നിങ്ങൾക്ക് പറഞ്ഞു തരട്ടോ. ഒന്ന് ഇനി കേട്ടോളൂ. ഒന്ന് ഒരു കവിത എങ്ങനെയാണ്? സ്വഹാബു റൗസി കുല്ലുഹും ഖിബ്തിയ സിന്ദിയത്തുൻ മിസ്രിയത്തുൻ ദഹ്രിയ. അവർ പ്രകൃതിവാദികളാണ്. അതായത് മതല്ല, പടച്ചോനില്ല. ഇതാണ് അവരുടെ അടിസ്ഥാനം. ഇൻഹിയ ഇല്ല ഹയാതുന ദുനിയ, ഇൻഹിയ ഇല്ല ഹയാതുന ദുനിയ. ഇവിടെ നമ്മളെങ്ങനെ ജീവിച്ച് മരിക്കാന്നല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല. ഒരു ജീവിതമല്ല, ഇതന്നെയുള്ളൂ ജീവിതം. ഒമാനഹനു ബിമബൂസിൻ, പറഞ്ഞില്ലേ? എത്ര സ്ഥലത്താ പറഞ്ഞത്? ഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ ഇദാ കുന്നാ ഇളാമൻ നഖിറ ഖാലൂ തിൽക ഇദൻ കറത്തുൻ ഖാസിറ ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ. ഇവിടുന്ന് പോയിട്ട് പിന്നെന്ത് ജീവിതമാണ്? ഈ വാദക്കാരാണ് യജൂജ് മജൂജികൾ. അതാണ് ചെങ്കിസ് ഖാന്റേത്. ഭൂമിയിലുള്ളവരെ അങ്ങ് നശിപ്പിച്ചു, ആകാശത്തുണ്ടെങ്കിൽ അവരെ നശിപ്പിച്ചു. ഇത് തന്നെ ആര് ചെയ്യും? അവസാനത്തെ യജൂജ് എന്ത് ചെയ്യും? അമ്പയ്യ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ആയുധമായിരിക്കും പ്രയോഗിക്കുക. അന്നത്തെ ആയുധങ്ങൾ പ്രയോഗിക്കുന്നതായിരിക്കും. പ്രയോഗിച്ചല്ലോ ആയുധം. ബീജിങ്ങിൽ ഒളിമ്പിക്സ് നടന്നപ്പോൾ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി മുകളിലേക്ക് അമ്പെയ്തല്ലോ ചൈനക്കാർ. ആയിരക്കണക്കായ മിസൈലാണ് മഴ പെയ്യാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ മാസം ചൈനക്കാർ വായുവിലേക്ക് വിട്ടത്. അതൊരമ്പയ്യലാണ്. ഇനി മുകളിലേക്ക് പറ്റാമ്പയും. അഥവാ വളരെ ചിന്തിക്കണം. അള്ളാഹുവിനെ കൊല്ലുക എന്ന് പറഞ്ഞിട്ട് റബ്ബ് അങ്ങനെ ഒരു പഠിച്ചവനുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പഠിച്ചവനുണ്ടെങ്കിൽ, അങ്ങനെയാണ് അവരെ ഭാഷയിൽ. ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ എന്ന. വയലാറാണോ ഓർമ്മയില്ല, ഏതായാലും അങ്ങനെയാണ്. ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ. ഏതോ ഒരു രാജാവാണ്. ആര്? ഈശ്വരൻ എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. എന്തോ ഒരു താനി രാജാവാണ് എന്നാണ് മനസ്സിലാകുന്നത്. അവരത് കുടവയറൊക്കെ ഉള്ള ഒരു തൊപ്പിക്കൂടെയൊക്കെ ഇങ്ങനെ ചൂടി നടക്കുന്ന ഏതോ ഒരു രാജാവാവും ഈ അള്ളാഹു എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അതാണ് അവരെ ചിത്രം. അവരെ മനസ്സിൽ അങ്ങനത്തെ അള്ളയെ അവർക്കുള്ളൂ. അമേരിക്കക്കാര് അറബ് നാട്ടിലേക്ക് ഷൂ ഉണ്ടാക്കിയിട്ട് കയറ്റിവിട്ടു. ഷൂവിന്റെ അടിഭാഗത്ത് എന്തായിരുന്നു? അള്ളാന്ന് മാർക്ക് ചെയ്തു. പഞ്ചാര മണലിൽ ചവിട്ടി നടന്ന അറബികൾ എന്ത് ചെയ്തു? ഒരു അറബിയുടെ ചവിട്ട് പതിഞ്ഞു പോയ ഭാഗത്ത് ഷൂവിന്റെ അടിയിൽ അല്ലാ എന്ന് കണ്ടപ്പോൾ അതിനെ പിന്തുടർന്ന ആളുകൾ കാര്യം അന്വേഷിച്ചു. പരിശോധിച്ചപ്പോൾ എന്താ? ഷൂവിന്റെ അടിയിൽ അള്ളാന്ന് ചവിട്ട. അമേരിക്കക്കാർ ചെയ്തതാ. ചിന്തിക്കും. എല്ലാം എന്തും അങ്ങനെ അവർ ചെയ്യും. എന്തിൻ്റെയും പിന്നിൽ അവരുടെ താല്പര്യമായിരിക്കും അള്ളാനെ ചവിട്ടി ഭരിക്കാൻ വേണ്ടി. നിങ്ങൾ ചിന്തിക്കുക. അതാണ് മുസ്ലിമീങ്ങളെ നമ്മൾ വളരെ വളരെ ചിന്തിക്കേണ്ടത്. കാരണം എന്തുകൊണ്ട്? ഫറോവായിസത്തിന്റെ ബാക്കിയാണവര്. ഫറോവ എന്താ പറഞ്ഞത്? അന റബ്ബുക്കുമുൽ ഫഹശറ ഫനാദ ഫഖാല അന റബ്ബുക്കുമുൽ അഅ്ലാ. ഞാനാണ് ഏറ്റവും വലിയ പഠിച്ചവൻ എന്നാണ് അവൻ പറഞ്ഞത്. അതിന്റെ ബാക്കിയാണത് മുഴുവനും. അവിടുന്ന് ഓടിയതാണ് ഇങ്ങോട്ട് എന്ന്. من قوم فرعون ولم يهولوا
ഫിന്നൈലി ലിറുയതിഹിം മൻഖാലു. മുങ്ങിച്ചത്ത ആളുകൾ മുങ്ങിച്ചത്തപ്പോൾ പിന്നെ ഓടിക്കൂടിയവരും അവരെ കൂട്ടത്തിലേക്ക് ചേർന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. നിങ്ങൾ നോക്കൂ, ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോവാൻ നല്ല പോലെ ശ്രദ്ധിക്കണം. ഒന്ന്, അവരെന്ത് ചെയ്തു? അവർ നേരത്തെ ഒരു വിവരമില്ലാത്തവരായിരുന്നു. പിന്നെ അവർക്ക് വിവരം കിട്ടി. എവിടെ നിന്ന്? സ്പെയിനിൽ നിന്ന് കിട്ടിയ വിവരം അവർ എന്ത് ചെയ്തു? ഇങ്ങോട്ട് നോക്കേ, സ്പെയിനിൽ നിന്ന് കിട്ടിയ വിവരം അവർ എന്ത് ചെയ്തു? അവർ സ്പെയിനിൽ നിന്നാണ് അവർക്ക് വിവരം കിട്ടിയത്. ആ വിവരം അവർ എന്ത് ചെയ്തു? അവർ ദൈവനിഷേധത്തിന് ചെലവാക്കി. മനസ്സിലായില്ല? ആ സത്യത്തിൽ അവരെ കയ്യിൽ ആസ്ട്രോണമിയും ഇല്ല, ഫിസിക്സും ഇല്ല, കെമിസ്ട്രി ഇല്ല, ഒന്നുമില്ല. ആരെ കയ്യിൽ? അതിനവരാണ് സ്വാംശീകരിക്കാൻ ചെയ്തത്. പടിഞ്ഞാറുകാര് വിജ്ഞാനങ്ങളെ സ്വാംശീകരിച്ചു. ഉദാഹരണം പറയാം, നമ്മളെ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ജീവനുണ്ടായത് വെള്ളത്തിൽ നിന്നാണെന്ന് ഏതൻസുകാർ കണ്ടുപിടിച്ചു, ഗ്രീസുകാർ കണ്ടുപിടിച്ചു 18-ാം നൂറ്റാണ്ടിൽ എന്ന്. ഇല്ലേ? സത്യത്തിൽ അത് കണ്ടുപിടിക്കണം. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ, വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. ഏതൊരു ജീവനെയും അല്ലാഹു ഉണ്ടാക്കിയത് വെള്ളത്തിൽ നിന്നാവുന്നു. ഈ വിജ്ഞാനം സ്പെയിനിൽ ഉണ്ടായിരുന്നു. സ്പെയിനിൽ നിന്ന് അവർ ഭാഷാന്തരം നടത്തിയതായി ഈ വിജ്ഞാനമൊക്കെ. സത്യത്തിൽ വിജ്ഞാനം അവർക്ക് ലഭിച്ചത് എവിടുന്നാ? സ്പെയിൻ. നിങ്ങൾക്ക് മനസ്സിലായോ? നീരാവിയുടെ പോക്കുവരവ് അവർ പഠിച്ചത്, മഴയുടെയും നീരാവിയുടെയും കാറ്റിന്റെയും ഗതികളും പോക്കുവരവുകളും പഠിച്ചത് ഖുർആനിൽ നിന്നാ. ഖുർആനിൽ അതല്ലേ ഉള്ളൂ. നിസ്കാരമൊക്കെ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഒക്കെ പ്രകൃതിയാ, എല്ലാം പ്രകൃതിയാ. അങ്ങനെയാ എവിടെയും. എന്നോടൊരിക്കല് നിലമ്പൂരിലെ ഫോറസ്റ്റ് DFO അവര് കാട്ടിലെ മരം കട്ട് മുറിച്ചു കൊണ്ടുപോകും മനുഷ്യന്മാര്. അങ്ങനെ DFO കുടുങ്ങിയപ്പോൾ അയാൾ എന്ത് ചെയ്ത്? അയാൾ മതപണ്ഡിതന്മാരെ കൊണ്ടുവന്നിട്ട് കാട്ടിലെ മരം മുറിക്കരുത് എന്ന് പറയുന്ന ഒരു പണ്ഡിത സെമിനാർ നടത്താൻ വേണ്ടി തീരുമാനിച്ചു നിലമ്പൂർ DFO. അങ്ങനെ ഒരു ഹിന്ദു ആയൊരു ആള് വേറൊരു ക്രിസ്ത്യാനിയും വിളിച്ചു, എന്നെയും വിളിച്ചു. എന്നോട് പറഞ്ഞു, നിങ്ങൾ ഖുർആനിൽ എന്തൊക്കെയാണ് മരം മുറിക്കാൻ പാടില്ല എന്നുള്ളതിന് എന്തൊക്കെയാ പറഞ്ഞത്? മരം, വനം, കാട്, ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് ഖുർആനിൽ പറഞ്ഞത് എന്നൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി കുറച്ചു നേരം നിങ്ങൾ പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് നിലമ്പൂർ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് ഈ പരിപാടി. അങ്ങനെ ഞാൻ ചെന്നു. പരിപാടി തുടങ്ങി. ഒരു ഹിന്ദുവായ സഹോദരൻ വളരെ കുറഞ്ഞ നേരം ഒരു 5 മിനിറ്റ് അയാൾ പ്രസംഗിച്ചു. പിന്നെ ഒരു ക്രിസ്ത്യാനിയായ ഒരു പാതിരിയും പ്രസംഗിച്ചു ഒരു 5 മിനിറ്റ് നേരം. പിന്നെ അയാള് എന്നോട് പറഞ്ഞു, ആ ക്രിസ്ത്യാനിയായ അച്ഛൻ പ്രസംഗിക്കുമ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങൾ എൻ്റെ മഹാനം കെടുത്തരുത്, ആളുകൾ മുഴുവനും കാത്തിരിക്കാണ് പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട്, ഇവരെ പോലെ നിങ്ങളും കൂടി ചെയ്താലും ഞാൻ മാനം കിടും എന്ന് പറഞ്ഞു. ഞാനാകട്ടെ സത്യത്തിൽ കുടുങ്ങിയിട്ട് ഏറ്റതുമാണ്. കാരണം എന്തുകൊണ്ട്? അത് ആരോ പരിചയപ്പെടുത്തിയത്. അത് കാസിമിക്ക് പറയാൻ കഴിയും. കാട്ടിൽ മരം സംരക്ഷിക്കണമെന്ന് കാസിമിയോട് പറഞ്ഞാൽ അയാൾക്ക് പറയാൻ കഴിയുന്ന ആരോ പറഞ്ഞതാ. പിന്നെ ഞാൻ കൂടി അതിനങ്ങോട്ട് പിൻവാങ്ങിയാൽ എനിക്ക് ഒന്നുവിൻ്റെ മസലൊക്കെ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ നാണം കെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഏറ്റത്. അതിൻ്റെ തലേ ദിവസം ഞാൻ വനം ഖുർആൻ എന്ന വിഷയത്തിലൊന്ന് നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, എനിക്ക് തോന്നി അത് തന്നെ ഈ ഖുർആനിലുള്ളൂ. ഏതായാലും അന്ന് ഞാൻ ഓരോരുത്തർക്കും നിശ്ചയിച്ചത് 20 മിനിറ്റോ അതോ അരമണിക്കൂറോ എന്തോ ആണ്. ഞാൻ 1 മണിക്കൂർ പ്രസംഗിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, നിർത്തരുത് എന്ന് പറഞ്ഞു. 2-2.5 മണിക്കൂർ നേരം അന്ന് പരിസ്ഥിതി എന്ന വിഷയത്തിൽ നിലമ്പൂർ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ DFOക്ക് വേണ്ടി കാട്ടിലെ മരം സംരക്ഷിക്കണമെന്നത് വിഷയത്തിൽ ഖുർആനിക അധ്യാപനങ്ങൾ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് കഴിഞ്ഞതിൻ്റെ തലേ കൊല്ലമോ മറ്റോ നമ്മൾ പരിസ്ഥിതി ഒരു ഖുർആനിക വിചാരം എന്ന വിഷയം ഇവിടെ പറഞ്ഞത്. അതിൻ്റെ ബാക്കിയാണ്. എന്നിട്ടും വിഷയം തീർന്നില്ല. ഇങ്ങനെയാ വിശുദ്ധ ഖുർആൻ. മഴ എന്ന വിഷയത്തിൽ
ഒരു 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 തീസീസ് ഒരു ഉപന്യാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഖുർആൻ പരിധി നോക്കി. അതൊരു വിഷയത്തിലും 2 ദിവസവും തീരൂല്ല. എന്തൊരു ഗർനാണ് അവിടെയൊക്കെ ഖുർആൻ. അതുകൊണ്ട് ഈ വിവരം മുഴുവനും സ്പെയിനിലുണ്ടായിരുന്നു. സ്പെയിനിൽ നിന്ന് അനവധി ജാമിയകൾ ഉണ്ടായിരുന്നു. സ്പെയിന്, ബുഖാറ, സമർക്കന്ത്, ഇങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നു. ആ യൂണിവേഴ്സിറ്റികളുടെ ചാരത്ത് നിന്നവരാണ് ലായക്കാദൂന യഫ്ഖഹൂന ഖൗല. ഒരു കാലത്ത് വിവരത്തോട് അടുക്കുക പോലും ചെയ്യാത്ത ജനതയ്ക്ക് പിന്നീട് വിവരത്തിന്റെ ഉന്നത വജസ്സുകൾ അല്ലാഹു അങ്ങോട്ട് നൽകി. പക്ഷേ അത് അവർക്ക് കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു? അസിലേക്കല്ലേ മടങ്ങുള്ളൂ. ആദ്യത്തെ മഴത്തുള്ളി മുത്തുച്ചിപ്പിക്ക് കിട്ടിയാൽ അത് സമുദ്രാന്തർഭാഗത്ത് പോയി തപസ് ചെയ്ത് അത് അനർഘമായി മുത്താക്കി മാറ്റുമത്രേ. എന്നാൽ ആദ്യത്തെ മഴത്തുള്ളിയെ കരിമൂർഖനും സ്വീകരിക്കും. അതിന്റെ തപസ്സാണ് പിന്നീട് ഏറ്റവും വലിയ വിഷം. രണ്ടും സാധനം ഒന്നാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? സത്യത്തിൽ രണ്ടും സാധനം ഒരു മഴത്തുള്ളിയാ. ആ മഴത്തുള്ളിയാണെന്ത്? ആ മഴത്തുള്ളിയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടിനെയും പടച്ചത്. ആ പുതുമഴ പെയ്യുമ്പോൾ ജലോപരിതത്തിൽ ഇങ്ങനെ മുത്തുച്ചിപ്പി അതിന്റെ ചിപ്പിയും തുറന്ന് കാത്തു നിൽക്കും എന്നാണ്. ഒരു മഴത്തുള്ളി കിട്ടിയാൽ അങ്ങോട്ട് പോയിട്ടത് താഴെയിരുന്ന് തപസ് ചെയ്യും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സൂറത്തുർ റഹ്മാനിൽ പറയുന്നുണ്ടല്ലോ, ലുഅ്ലുവിനെയും മർജാനിനെയും വർണ്ണിച്ചുകൊണ്ട് മനോഹരമായ യഖ്റുജു മിൻഹുമൽ ലുഅ്ലു വൽ മർജാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. മഴത്തുള്ളി മുത്തുച്ചിപ്പിക്ക് കിട്ടിയപ്പോൾ അത് സമുദ്രാന്തർഭാഗത്ത് പോയി തപസ് ചെയ്ത് അത് എന്തായി മാറും? അനർഘമായ മുത്തായി മാറും. എന്നാലോ ആദ്യത്തെ മഴത്തുള്ളിയെ ആരും സ്വീകരിക്കും? കരിമൂർഖൻ. അതിന്റെ വിഷസഞ്ചിയിലേക്ക് ചെന്നാൽ അതിന്റെ തപസ് കൊണ്ട് പിന്നത് ഉഗ്രമായ വിഷമായി മാറും. സാധനം രണ്ടും ഒന്നാണ് എന്നതുപോലെ അറബികൾക്ക് ലഭിച്ചപ്പോൾ അവര് അറബികൾക്ക് ലഭിച്ചപ്പോൾ ലോകമടങ്കം ഇസ്ലാമിയത്തിന് വേണ്ടി അവർ എന്നാക്കി. എന്നാലോ ഈ വിജ്ഞാനത്തിന്റെ പുത്തൻശീലികൾ റഷ്യക്കാർക്കും ജർമ്മനിക്കാർക്കും യജൂജുകൾക്ക് ലഭിച്ചപ്പോഴോ നിങ്ങൾ ചിന്തിക്കേ. ബഹുമാനപ്പെട്ട മമ്പർത്ത് തങ്ങൾ പാപ്പ പറയുന്നുണ്ട്, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടീഷ് ആധിപത്യം അവസാനിക്കുമെങ്കിലും അവിടെ ദഹരിവാദം ഉടലെടുക്കും. ദഹരിവാദം എന്നാൽ പ്രകൃതിവാദം, നിരീശ്വരവാദം. വളരെ സത്യമല്ലേ അത്? ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ അധികരിച്ചതാണ് എന്ത്? പ്രകൃതിവാദം. വളരെ ചിന്തിക്കേ. ബദർത്തിഹാലിൽ ഇംഗ്ലീസിൽ വാലി യസ്ദാദു ദഹരിയൂന ഫിൽലിലാലി. റഷ്യക്കാരെന്ത് ചെയ്യും? റഷ്യക്കാരും ജർമ്മനിക്കാരും ബ്രിട്ടീഷുകാരും ഒക്കെ ലോകത്തെ കോളനികൾ സ്ഥാപിച്ചിരുന്നു. ഫ്രഞ്ച് കോളനി, അതേപോലെ പോർച്ചുഗീസ് കോളനി, ബ്രിട്ടീഷ് കോളനി. ഇവരൊക്കെ പിന്നീട് കോളനികൾ ഉപേക്ഷിച്ച് പോയെങ്കിലും അവരുണ്ടാക്കിയ ആ യജൂജ് മൗജൂജിയൻ സംസ്കാരം ബാക്കിയായി. അതാണ് ഇന്ന് നമ്മുടെ നാടിൽ നിലനിൽക്കുന്ന ദൈവനിഷേധം. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ് ഈ പ്രദേശങ്ങളിലെ കോളനികളാണ് ഏഷ്യൻ രാജ്യങ്ങൾ ഒരു കാലത്ത്. അന്ന് ഏഷ്യൻ രാജ്യങ്ങളിൽ, അതിനു മുമ്പ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിരീശ്വരവാദമില്ല. എന്നാൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് നിരീശ്വരവാദം കൊണ്ടുവന്നത് അവരാ. യസ്ദാദു ദഹരിയൂന ഫിൽലിലാലി വബഅ്ളുഹും യകൂനു ഫീ തഹ്സീലി ഖാനൂനി ഹുക്കാമിദ് ദൂനൽ മഅഖൂലി. ജനങ്ങൾക്ക് ഡിഗ്രി കിട്ടുക നിരീശ്വരവാദം പഠിക്കുമ്പോഴായിരിക്കും. നിരീശ്വരവാദത്തിൽ ഉന്നതമായ ഡിഗ്രികൾ, തഹസീല്. മനസ്സിലായില്ല നിങ്ങൾക്ക്?
وبعضهم يكون في تحصيل قانون حكام دون المعقول. നിസ്സാരമായ ചില ഭൗതിക രാഷ്ട്രീയ ശീലങ്ങളെയും അതേപോലെ നിരീശ്വരവാദങ്ങളെയും പഠിച്ചിട്ട് മനുഷ്യൻ ഉന്നത ഡിഗ്രികൾ വാങ്ങും. നിരീശ്വരവാദം പഠിച്ചിട്ടാകും ഡിഗ്രി കിട്ടുക. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇവിടെ നടക്കും. ആര് പറഞ്ഞു? ഖുത്ബുസ്സമാൻ മമ്പർത്ത സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്. എല്ലാരും അതിന്റെ പിന്നാലെ കൂടും. ഖാനൂനെ ഹുക്കാമിദ്ദുനൽ മഅഖൂലി, ഭരണാധികാരികളുടെ നിയമം. ഭരണാധികാരികൾ തന്നെ നിരീശ്വരവാദികളായാലോ? നിരീശ്വര പ്രേരക നിയമം. അങ്ങനെയാണ് ഭരണാധികാരികൾ നിരീശ്വരവാദിയായാലോ? അപ്പോൾ പിന്നെ നിരീശ്വരവാദത്തിന് കൂട്ടുനിൽക്കുക എന്നത് മതം പഠിച്ചവരുടെ പോലും താല്പര്യമായി മാറും. അങ്ങനെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം അവരെ കാനൂനെ നിങ്ങൾ ചിന്തിക്കേ. ഞാൻ ഒന്നിനും വേണ്ടിയല്ലേ, ഞാൻ ചിന്തിക്കണം. നിസ്സാരമായ രാഷ്ട്രീയ ചിന്തകളെയും അതുപോലെയുള്ള നിരീശ്വരവാദങ്ങളെയും ഒത്തുനിൽക്കുകയും പഠിക്കുകയും അതിൽ തഹസീൽ വാങ്ങുകയും ചെയ്യും. നിരീശ്വരവാദത്തിനും അതിനെ പഠിപ്പിക്കാനും അതിന് ആളാകാനും അതിന് കൂട്ടു നിൽക്കാനും തഹസീൽ. ഇനി ആ തഹസീലിന് ഇങ്ങോട്ടും അർത്ഥം വെക്കാം, തിരിച്ചും അർത്ഥം വെക്കാം. ചിലപ്പോൾ ചില തഹസീലുകൾ അതിന് ആക്കം കൂട്ടം രൂപത്തിൽ അങ്ങനെയും ആകാം. ഏതായാലും തഹസീൽ എന്നാ പറഞ്ഞിട്ടുള്ളത്, അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും ഞാൻ ഒന്നുമല്ലേ, ഞാൻ എൻ്റെ മനസ്സിനെ എങ്ങനെ ഒന്ന് വിട്ടുകൊടുക്കുക, ചിന്തിക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട്? ആരെ കൂടെ നിന്നോ അവരെ സ്വഭാവം ഉണ്ടാകും. അനിൽ മർഇലാതസ്അൽ വസല്ലൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാറനി യഖ്തദി. ഒരാളെ പറ്റി അറിയണമെങ്കിൽ അയാൾ ഇപ്പോൾ ആരുടെ കൂട്ടത്തിലാണ് എന്നറിഞ്ഞാൽ മതിയാകും. ഒരാളുടെ മാനസിക നിലവാരം അറിയണമെങ്കിൽ അയാൾ ആരുടെ കൂട്ടത്തിലാണ് എന്നറിഞ്ഞാൽ മതിയാകും. അങ്ങനെയാണ്. അനിൽ മർഇലാതസ്അൽ വസല്ലൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാറനി യഖ്തദി. ഇതാണ് പറഞ്ഞ വാക്ക്. ഇതിലൊക്കെ വലിയ പാടുണ്ട്. ഭരണാധികാരികൾ പണ്ഡിതന്മാർക്ക് വരെ ആവശ്യമാകും. ഭരണാധികാരികൾ നിരീശ്വരവാദികളായാൽ ആ നിരീശ്വരവാദികൾക്ക് ഒപ്പിക്കേണ്ടിയും വരും. ഉലമാ ദുനിയയുണ്ടാകും. ഖൈറുൽ ഉലമാ ഉമറായി മൻ യസൂറുൽ ഉലമാ വശറുൽ ഉലമായി മൻ യസൂറുൽ ഉമറാ. ഭരണാധികാരികളെ സന്ദർശിക്കാൻ നടക്കുന്നവരാണ് ഏറ്റവും മോശപ്പെട്ട ആലിമീങ്ങൾ എന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അവർ നിരീശ്വരവാദികളാണെങ്കിലോ ചുരുക്കത്തിൽ ചിന്തിക്കണം. ഞാൻ ആ ഭാഗത്തൂടെ ഒന്ന് സ്പർശിച്ചു എന്നേ ഉള്ളൂ, ഒന്നും ഉണ്ടായിട്ടല്ല. ചിന്തിക്കണം. എന്തുകൊണ്ട്? ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദഹരീവാദങ്ങളും ദഹരീ മുദ്രാവാക്യങ്ങളും ഉയർന്നു കേൾക്കും. നമ്മളെ മക്കൾ തന്നെ പറയും, ഞങ്ങളിലില്ല, പറ, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം എന്ന് പറഞ്ഞാൽ കാഫിറാകും. കാരണം കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹബ്ബിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. ഏതൊരു മനുഷ്യനും ജനിക്കുന്നത് അല്ലാഹുവിന്റെ വരദാനമായ തൗഹീദിന്റെ രക്തമാകുന്നു. പിന്നെ നാശായവൻ നാശമായതാ. ജോർജ് ബുഷ് വരെ ജനിച്ചത് തൗഹീദിന്റെ വക്താവായിട്ടാണ്. വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. ഏതൊരു നഫ്സിനെയും സ്വർഗത്തിൽ വരാവുന്ന രൂപത്തിൽ നന്നാക്കി പടച്ചവനാണ് അല്ലാഹു. അതുറപ്പാണല്ലോ. ഹജ്ജ് ചെയ്ത് നല്ല ഹജ്ജ് ചെയ്താൽ എങ്ങോട്ട് മടങ്ങും? കുട്ടിയിലേക്ക് മടങ്ങും. വലിയ ആൾ ചെറിയ ആളാവും, ചെറിയ ആൾ വലിയ ആളുമാണ്. മനസ്സിലായില്ല? ഒരാള് ഹജ്ജ് മബ്റൂർ ചെയ്താൽ തന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ മടങ്ങും. ആര്?
വലിയ ആള് ആരെപ്പോലെയാകും? കുട്ടിയെപ്പോലെയാകും. അഥവാ കുട്ടി സ്വർഗസ്ഥനാവാനുള്ള ചാൻസിലുമാകുന്നു. കുട്ടി സ്വർഗസ്ഥനാവുന്ന ചാൻസില. ഇത് തന്നെ. അപ്പോൾ എല്ലാവരും ഒരാൾ ഞങ്ങളിലില്ല മുസ്ലിം രക്തമെന്ന് പറഞ്ഞാൽ കാഫിറാകും. എന്തുകൊണ്ട്? മുസ്ലിം രക്തത്തോടെ രക്തമെന്നാൽ തൗഹീദിന്റെ രക്തമാണ്. ആ രക്തത്തിലെ ഫറോവ പോലും ജനിച്ചിട്ടുള്ളൂ. എല്ലാം ഇതൊക്കെ അവിടെ പറയിപ്പിച്ചു. ആരെ കൊണ്ട്? മാപ്പിളാരെ മക്കളെ കൊണ്ട്. ആര്? ദഹരികളോ യജൂജികൾ. അവർക്ക് വേണ്ടി നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കി, അവർക്ക് വേണ്ടി നമ്മൾ നാടകങ്ങൾ ഒരുക്കി. അവരെ പിന്നാലെ പോയവർ മുഴുവനും എല്ലാ നന്മയെയും കളവാക്കി. കുടിനാരേഴായി ചീന്തിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട്. ഇവിടെ അല്ലേ നിങ്ങളെ കോഴിക്കോട്ടല്ലേ അങ്ങനത്തെ ഒരു പാട്ടുണ്ടാക്കിയത്? സിറാത്ത് പാലത്തെ കളവാക്കി. ആര്? യജൂജിന്റെ സഹയാത്രികന്മാർ. അവർ യജൂജിന്റെ സഹയാത്രികന്മാരായിരുന്നു. ഇല്ലേ? ഇവിടെയല്ലേ ആ പാട്ടുണ്ടാക്കിയത്? എന്താ നിങ്ങൾക്ക് മറക്കുന്നുണ്ടാ? ഞങ്ങളെ നാട്ടിലുണ്ടായത് പരം വിരിച്ചു മാവിട്ട് എന്നുള്ള അങ്ങനത്തെ പാട്ടാണ് മലപ്പുറത്ത്. ഇവിടെ കോഴിക്കോട് അതുണ്ടായത്. കോഴിക്കോട്ടാണ് ഈ പാട്ടുണ്ടായത്. ഞങ്ങളെ നാട്ടിലെ പാട്ട് പരം വിരി ചുമ്മാവിട്ട് ചുങ്കിൽ നടക്കുന്ന സുജാത്ത് നാമുക്കുണ്ടേ നാട്ടിലെ കഥയെന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ ഇതാണ് മലപ്പുറത്തുണ്ടായ പാട്ട്. ഇവിടെ ഉണ്ടായ പാട്ടാണ് എന്ത്? മുടിനാരേഴ ചീന്തിയിട്ട് നേരിയ പാലം കിട്ടിയിട്ട് സിറാത്ത് പാലത്തിനെ കളിയാക്കി. ആര്? മുസ്ലിം നാമധാരികൾ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്ത്. എന്തേ അങ്ങനെ ചെയ്യാൻ കാരണം? അവർ ദഹരികൾക്ക് വേണ്ടിയാണ് നാടകം എഴുതിയത്. ചില നാടകത്തിന്റെ പേര് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നാണ്. ഞാൻ രാഷ്ട്രീയം പറയാല്ല കേട്ടോ, ഞാനൊരു ആഗോള ശൈലി പറയാ. അതിന് നിങ്ങൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞോളൂ, നിങ്ങൾ ലീഗ് എന്ന് പറഞ്ഞോളൂ, നിങ്ങൾ കോൺഗ്രസ് എന്ന് പറഞ്ഞോളൂ, നിങ്ങൾ സൗകര്യത്തിൽ പറഞ്ഞോളൂ. എനിക്ക് നിങ്ങൾ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല, പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. എന്റെ പ്രശ്നം ഞാൻ കണ്ടെത്തിയ സത്യം പറയാന്നുള്ളതാണ്. ഞാനിപ്പോൾ പകലാണ് പറയുകയാണ്. ഒരു പാർട്ടിക്ക് ഇപ്പോൾ രാത്രി ആയിക്കൊള്ളണം എന്നുണ്ടെങ്കിൽ അത് എനിക്ക് നോക്കാൻ കഴിയില്ല. ഞാൻ പകലിന് ഡിപ്പെൻഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ. രാജാവിന് ഉടുമുണ്ടില്ല. എല്ലാവരും രാജാവ് വലിയ പള്ളി എഴുത്താണ് നടത്തുന്നതെന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. രാജാവ് പള്ളി എഴുത്ത് നടത്തുകയാണ് എന്നല്ലേ സ്വർണ്ണത്താലത്തിന്റെയും ഭൗതികതയുടെ മേലങ്കിയുടെയും ഒരുപാട് ആളുകൾ പിന്നാലെ കൂടുമ്പോൾ രാജാവ് തിരുവെഴുന്നള്ളത്ത് നടത്തുകയാണെന്നാ ചിലർ ധരിച്ചത്. രാജാവിന് ഉടുമുണ്ടില്ല എന്ന് പറയേണ്ടതാണ് എന്റെ ഉത്തരവാദിത്വം. അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. ദഹരികൾ, ഈ യൂറോപ്യന്മാർ ഒരുപാട് കാര്യം ലോകത്ത് പ്രചരിപ്പിക്കും. യജൂജികൾ ഒന്ന്, അവരാണ് ദജ്ജാലിനെ കൊണ്ടുവരിക നാളെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇവരാണ് സ്ഥിതി സമത്വവാദം കൊണ്ടുവരിക. മനസ്സിലായില്ലേ? അതായത് നടപ്പിലാകാത്ത സോഷ്യലിസം. ഇതൊരു സോഷ്യലിസം ഉണ്ടല്ലോ ഇവിടെ. സോഷ്യലിസം ഉള്ളവൻ ആർക്ക് കൊടുക്കണം? അതിന് കൊടുക്കണം. ഉറപ്പല്ലേ? എല്ലാരെയും യഥാർത്ഥ ഇവർ പറഞ്ഞ രൂപത്തിൽ സോഷ്യലിസം നടക്കണമെങ്കിൽ എല്ലാവരും പ്രധാനമന്ത്രിയാവണ്ടേ? ഇവർ പറഞ്ഞത് പോലീസ് ഇല്ലാത്ത രാജ്യം കൊണ്ടുവരുമെന്നാണ്. എന്നാൽ ലോക ചരിത്രത്തിൽ പോലീസ് ഇല്ലാത്ത ഒരു രാജ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മദീനത്ത് മുഹമ്മദിൻ. മദീനയിൽ പോലീസ് ഉണ്ടായിരുന്നില്ല. ഇല്ല. സിദ്ദീഖിന്റെ കാലത്ത് മദീനയിൽ പോലീസ് ഇല്ല. പുണ്യനബിയുടെ മദീനയിൽ മാത്രമല്ല, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്ത് മദീനയിൽ പോലീസ് ഇല്ല. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലത്ത് മദീനയിൽ പോലീസ് ഇല്ല. അലി ബിൻ അബി താലിബിന്റെ കാലത്ത് മദീനയിൽ പോലീസ് ഇല്ല. വ്യഭിചരിച്ചവൻ നേരെ സറണ്ടർ ആവുമായിരുന്നു. മോഷ്ടിച്ചവൻ നേരെ സറണ്ടർ ആവുമായിരുന്നു. എന്തുകൊണ്ട് അള്ളാഹിനെ പറ്റി ഭയപ്പെടുന്ന വിവരമുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞല്ലോ, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ
ഉമ്മൻചാണ്ടി സാർ പറഞ്ഞതിനെ നന്ദിയോടെ ഞാൻ അനുസ്മരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് അരക്കിട്ട് പറയുകയാണ് ഞാൻ, ഒരിക്കലും തീവ്രവാദവും ഇന്നത്തെ ഈ അഭിശപ്തമായ ഭീകരവാദവും ഇസ്ലാമും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഉറപ്പ്. എന്തുകൊണ്ട്? മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ. അതിന്റെ പരിഭാഷയാ അദ്ദേഹം പറഞ്ഞത്. ഒരാൾ കാരണമില്ലാതെ ഒരാളെ കൊന്നാൽ സർവ്വ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. ഒരാൾ കാരണമില്ലാതെ, കാരണം എന്ന് പറഞ്ഞാൽ അർഹതയില്ലാതെ അവൻ കൊന്നിട്ടുണ്ടെങ്കിലോ എങ്കിൽ പിന്നെ അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് ആരാ? സർക്കാരാ, അല്ലാതെ സിവിലിയന്മാർ അധികാരം കയ്യിലെടുക്കാൻ പാടില്ല. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ. ഒരാൾക്ക് അർഹതയില്ലാത്ത ഒരാളെ കൊന്നാൽ, അഥവാ ഭരണാധികാരി അനുവാദം നൽകിയ യുദ്ധം, അതൊക്കെയാണ് അനുവാദം നൽകി. അതാണ് അർഹത എന്ന് പറഞ്ഞത്. അല്ലാത്ത സാഹചര്യത്തിൽ കൊന്നാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും കൊന്നതുപോലെയാ എന്ന് വിശുദ്ധ ഖുർആൻ. പിന്നെ ജിഹാദ് പറഞ്ഞിട്ടില്ലേ? അത് ഭരണാധികാരി നിയമപരമായി നൽകുന്ന സായുധ വിപ്ലവങ്ങൾ, സമരങ്ങൾ വേണ്ടി വന്നെങ്കിൽ അതാണ്. അത് വളരെ അപൂർവവുമാണ്. വേണ്ടി വന്നെങ്കിൽ അത് അപൂർവമാണ്. പിന്നെയുള്ള ജിഹാദോ, ആ ജിഹാദാണിത്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ യുദ്ധം ഖുർആൻ കൊണ്ടാകുന്നു. എന്താ പറഞ്ഞത്? ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ യുദ്ധം വജാഹിദുഹും ബിഹി, നിങ്ങൾ ഖുർആൻ കൊണ്ട് യുദ്ധം ചെയ്യണം. ജിഹാദൻ കബീറാ, ഖുർആൻ കൊണ്ട് യുദ്ധം ചെയ്യുമ്പോഴാണ് അതാണ് ഏറ്റവും വലിയ യുദ്ധമാവുക. അവരെത്ര യജൂജി മൗജൂജികളായാലും അവർക്ക് വിവരം കിട്ടാൻ നമ്മുടെ സ്പെയിൻ കാരണമായല്ലോ ഖുർആൻ. മനസ്സിലായില്ല? അറ്റ്ലാന്റിക്കിന്റെ തീരക്ക് കക്കയും പെറുക്കി നാണം മറക്കാതെ നടന്നിരുന്ന ആളുകൾ, ആ ആളുകൾക്ക് അവർക്ക് ഒന്ന് മര്യാദക്ക് ജീവിക്കാൻ നമ്മൾ കാരണമായല്ലോ നമ്മുടെ വിജ്ഞാനം. അവർ സംശയീകരിച്ചാലും അങ്ങനെയാ. ഇബ്നു ഖൽദൂന്റെ കിതാബുൽ ഇബറിന്റെ മുഖദ്ദിമ എഴുതിയപ്പോൾ ആ മുഖദ്ദിമയെ കൊണ്ടുപിടിച്ച് നടന്നു യൂറോപ്യന്മാർ. കാരണം ലോകത്തെ ചരിത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ആളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഖൽദൂൻ.